നമ്മളെങ്ങനെ അറിയും നമുക്ക് ഡ്രഗ് അലർജി ഉണ്ടോ എന്ന്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണുമ്പോൾ നിങ്ങളുടെ രോഗചരിത്രം ഡോക്ടർ എടുക്കുന്നതായിരിക്കും. ഏത് മരുന്നിനോടാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള രോഗചരിത്രം എടുക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ പരിശോധന നടത്തും. അതായത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ, നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ എല്ലാം ഒരു പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അലർജി നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് അലർജിക് റിയാക്ഷൻ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. മൂന്നാമതായിട്ടാണ് സ്കിൻ ടെസ്റ്റ്. അതായത് നമുക്ക് അലർജി സംശയം ഉണ്ടെന്ന് തോന്നുന്ന മരുന്നിനെ നമ്മൾ സ്കിന്നിൽ കുത്തിവെക്കുകയും റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നാലാമതായി മരുന്നിൻ്റെ എതിരെ ആൻറ്റിബോഡീസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ. അഞ്ചാമതായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രഗ് ചാലഞ്ച് ടെസ്റ്റ്. അതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് അല്ല. അതൊരു ആശുപത്രി എൻവയറമെൻറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു മരുന്നിനോട് അലർജി ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, പക്ഷേ ഉറപ്പില്ലെങ്കിൽ, നമുക്ക് എന്തായാലും കൊടുക്കേണ്ട ഒരു മരുന്നാണെങ്കിൽ നമുക്ക് ആശുപത്രി വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ഉള്ളപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ വന്നാൽ നമുക്കത് നേരിടാൻ സംവിധാനമുള്ള ആശുപത്രിയിൽ വെച്ച് വേണം അത് ചെയ്യാൻ.